നമസ്കാരം. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പ് തന്നെ പൊതുജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ്. അതാണ് അവരുടെ നെടും തൂണ്. എന്നാൽ CPM-കാരുടെ പിരിവിൻ്റെ രീതിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അവരുടെ ഒരു പിരിവിൻ്റെ രീതിയൊക്കെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെയല്ല. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ വളരെ മാന്യമായി വന്ന് സംഭാവനകൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ രസീതൊക്കെ അടിച്ചു കൊണ്ടുവന്ന് സംഭാവന ചോദിക്കുമ്പോൾ, CPM-കാരുടെ രീതി വ്യത്യസ്തമാണ്. അവർ പലപ്പോഴും വന്ന് ചോദിക്കുന്നത് തന്നെ ഈ ഒരു ചട്ടമ്പി തരത്തിൻ്റെ ഭാഷയിലാണ്. അതുമാത്രമല്ല, ഒന്നുകിൽ ബക്കറ്റും തൂക്കി വരും. അതാകുമ്പോൾ കൈയും കണക്കുമില്ലല്ലോ. ആ ഒരു രീതിയാണ് CPM-നുള്ളത്. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സംഭാവന കൊടുക്കാത്തതിൻ്റെ പേരിൽ എത്രയോ പേരെ കയ്യേറ്റം ചെയ്ത സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയോ വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിച്ച ചരിത്രമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ പാർട്ടി തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകർ പണം പിരിക്കുന്നത് സുതാര്യമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു മാന്യമായ ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചട്ടമ്പി തരത്തിലാണ് നമ്മുടെ അണികളൊക്കെ പണം പിരിക്കുന്നത് എന്നാണ് ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് പാർട്ടി പത്രത്തിൻ്റെ പേരിൽ പോലും വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് സംസ്ഥാന കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നു. ഓരോ വ്യക്തികളെയും കണ്ട് അവരെ വരിക്കാരായി, ദേശാഭിമാനിയുടെ വരിക്കാരായി ചേർക്കണമെന്നായിരുന്നു പാർട്ടിയുടെ നിർദ്ദേശമെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് മാത്രം പാർട്ടി പത്രത്തിൻ്റെ പേരിൽ 2.5 ലക്ഷം രൂപ പിരിച്ചു എന്നറിയുമ്പോഴാണ് യുവന്മാരൊക്കെ ചെയ്യുന്ന കൊള്ളകളെക്കുറിച്ച് നമുക്ക് ഒരല്പമെങ്കിലും കുറച്ചൊരു ബോധ്യം വരുന്നത്. ഇത് ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ ഒന്നും പറഞ്ഞതല്ല. ഇത് CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഈ പാർട്ടി പത്രത്തിൻ്റെ പേരിൽ ഒരു സ്ഥാപനത്തിൽ നിന്നും മാത്രം 2.5 ലക്ഷം രൂപ പിരിച്ചു എന്ന്. അതുമാത്രമല്ല, ഒരു പാർട്ടി കമ്മിറ്റി, ഒരു ഏരിയ കമ്മിറ്റി ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിൻ്റെ പേരിൽ യാതൊരു രസീത് കുറ്റിയോ രേഖകളും ഇല്ലാതെ ലക്ഷങ്ങൾ ഒരു സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങൾ പിരിച്ചെടുത്തു എന്നും ഈ സംസ്ഥാന കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടി വിലയിരുത്തിയ ഒരു കാര്യം, ഈ പാർട്ടി പ്രവർത്തകരുടെ പിരിവിലെ സുതാര്യതയില്ലായ്മ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതാണ്. അതൊരു ഒരു വസ്തുത മാത്രമാണ്. കാരണം ഇവരുടെ ഒരു പിരിവിൻ്റെ രീതി ഒരു വസ്തുത മാത്രമാണ്. അല്ലാതെ തന്നെ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് വിലയിരുത്തിയാൽ അവർക്ക് തന്നെ മനസ്സിലാകും. അവർക്കൊരു പക്ഷേ മനസ്സിലായിട്ടും ഉണ്ടാകണം. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംസ്ഥാന കമ്മിറ്റിയിൽ തുറന്നു സമ്മതിച്ചിരിക്കുന്നത് നമ്മുടെ പാർട്ടി പ്രവർത്തകരൊക്കെ ഇത്തരത്തിൽ പണം പിരിക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് ചില വ്യക്തികൾ പാർട്ടി നേതാക്കളുമായി, പ്രാദേശിക പാർട്ടി നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കുകയും അവരെ വെച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് സംഭാഷണം, അതായത് എന്തെങ്കിലും ഒരു വിഷയം ആ നാട്ടിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ ഇവരെ വന്ന് കണ്ടാൽ മതി, ഇവർ ആ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഇടപെടുത്തി ഈ പ്രാദേശിക രാഷ്ട്രീയ നേതാവിനെ ഇടപെടുത്തി ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണും. അതായത് നമ്മുടെ ഗുണ്ടകൾ ചെയ്യുന്ന അതേ ഒരു പരിപാടി തന്നെയാണ് ഇത്. ഇതൊരു പാർട്ടിയുടെ ലേബലുണ്ട്, മറ്റുള്ളവർക്ക് ആ ഒരു ലേബലില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഈ കാര്യത്തിലുള്ളൂ. എന്തായാലും ഇത് പാർട്ടി ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, എന്തെങ്കിലും ഒരു വിഷയം ലോകത്തെവിടെയെങ്കിലും ഉണ്ടായാൽ ആ നിമിഷം പാർട്ടി ഓഫീസിൻ്റെ മൂലയിൽ കഴുകി കമഴ്ത്തി വെച്ചിരിക്കുന്ന ചുമന്ന ബക്കറ്റും എടുത്ത് സഖാക്കൾ ഇറങ്ങും പിരിക്കാനായിട്ട്. ഇവിടെ കോവിഡ് വന്ന 2020-ലാണ് കോവിഡ് വന്നത്. ഈ കോവിഡ് വന്ന സമയത്ത് പോലും ഞാൻ നേരിട്ട് കണ്ടതാണ് തിരുവനന്തപുരം പട്ടത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കോവിഡ് എന്താണ്, അതിൻ്റെ വ്യാപ്തി എന്താണ്, അതിൻ്റെ ഗുരുതരമായ ഫലങ്ങൾ എന്താണ്, അതിൻ്റെ പ്രോട്ടോക്കോളൊക്കെ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ഇറ്റലിയിൽ എവിടെയോ ഈ ഒരു കോവിഡ് റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ബക്കറ്റും തൂക്കി 2-3 പേര് വരികയാണ്. ഈ ക്യാഷ് കൗണ്ടറിലിരുന്ന അതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമയോട് പണം ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത് 500 രൂപ ഞാൻ തന്നിരുന്നു, 500 രൂപ ഞാൻ ഇന്നലെ തന്നു. അതല്ല, 500 രൂപയല്ല, 2000 രൂപ വേണം. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനും ഒരു പാർട്ടിയുടെ അനുഭാവിയാണ്, ഞാൻ മുമ്പ് പലപ്പോഴും പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോവിഡ് വ്യാപിച്ചു തുടങ്ങിയ ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ ഈ ജനങ്ങളൊക്കെ ഈ സമ്പർക്കമില്ലാതെ പല സ്ഥലത്തും ഈ സമ്പർക്കമൊന്നും അധികം ഇല്ലാത്തൊരു സമയമാണ്. അതുമാത്രമല്ല, ഈ കൂട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു ഭയപ്പാടുണ്ടായിരുന്ന സമയം കൂടിയാണ്, അതായത് കോവിഡിൻ്റെ ആദ്യകാലം. അപ്പോൾ ഈ ബക്കറ്റും തൂക്കി വന്ന 4 പേരിൽ ഒരാൾ പറഞ്ഞത്, നീ ഇന്ന് വൈകുന്നേരം 2000 രൂപ തന്നിരിക്കണം. ഈ 500 രൂപ ഇയാളുടെ മേശയ്ക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. നീ ഈ 2000 രൂപ തന്നില്ലെങ്കിൽ നാളെ നീ കട തുറക്കണ്ട എന്നാണ് ഇയാൾ പറയുന്നത്. ഞാനിത് ദൃക്സാക്ഷിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് കോവിഡ് എന്താണെന്നോ എവിടെയാണെന്നോ ഒന്നും അറിഞ്ഞില്ല. അതിനു മുമ്പ് ബക്കറ്റും തൂക്കി ഇവർ പിരിവിനിറങ്ങുകയാണ്. അപ്പോൾ ഈ പറയുന്ന കടയുടമ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പിരിവിന് വന്നപ്പോൾ 2000 രൂപ തന്നില്ലേ എന്ന് അയാളോട് ചോദിക്കുകയാണ്. അപ്പോൾ കൂടെ വന്ന അയാളെ സംശയത്തോടു കൂടി നോക്കുന്നു. 2000 രൂപയോ
എന്ന്. കാരണം അതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്, മുമ്പ് വന്ന പിരിവിൽ കിട്ടിയ 2000-ൽ പകുതിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അല്ലെങ്കിൽ അത് മൊത്തവും ഇയാൾ അമുക്കിക്കാണും. അതുകൊണ്ടാണല്ലോ അയാളുടെ സംശയദൃഷ്ടിയോടുകൂടി ഈ കൂടെ വന്നവർ നോക്കിയതും ഇദ്ദേഹം പറഞ്ഞപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ ആ നേതാവ് വിഷയം മാറ്റി, ആ പ്രാദേശിക സഖാവ് വിഷയം മാറ്റി കൊണ്ടുപോയി. പിന്നെ ആ കട ഇപ്പോഴും കട തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കടയുടമയ്ക്ക് ഇത് അറിയാൻ കഴിഞ്ഞേക്കും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഇത് ആദ്യത്തെ ഒരു സംഭവമൊന്നുമല്ല. നമ്മൾ ഈ പാർട്ടി പത്രത്തിന് വരിക്കാരെ ചേർക്കുന്നത് പോലും നമുക്കറിയാം. പല സ്ഥലങ്ങളിലും ഈ പാർട്ടി പത്രം നമുക്കറിയാം, ആക്രിക്കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പഴയ പത്രങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ എല്ലാ പത്രങ്ങളുമൊക്കെ കെട്ടി അടുക്കി വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ മനോരമയോ മാതൃഭൂമിയോ അല്ലെങ്കിൽ കേരള കൗമുദിയോ മറ്റു പാർട്ടി പത്രങ്ങളോ ഒന്നും പോലെയല്ല ഈ ദേശാഭിമാനിയുടെ കാര്യം. ദേശാഭിമാനി നമ്മളെങ്ങനെയാണ് ഈ മെഷീനിൽ നിന്ന് പ്രിൻ്റിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു കെട്ടാക്കി വരുന്നത്, അതേ രീതിയിൽ ഒന്ന് നിവർക്കുക പോലും ചെയ്യാതെയാണ് ഈ ദേശാഭിമാനി പല ആക്രിക്കടകളിലും കാണുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയും, അതായത് ഈ ഓഫീസുകളിലും അതുപോലെ വീടുകളിലും ഒക്കെ പിന്നെ സമ്മർദ്ദപ്പെടുത്തേണ്ടടുത്ത് സമ്മർദ്ദപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തേണ്ടത് ഭീഷണിപ്പെടുത്തിയും പിന്നെ അനുനയത്തിൽ പറയേണ്ടടുത്ത് അങ്ങനെ പറഞ്ഞുമൊക്കെയാണ് ഈ പാർട്ടി പത്രത്തിന് വരിക്കാരെ ചേർക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കൈകൊണ്ട് പോലും പലരും ഈ ദേശാഭിമാനി തൊടാറില്ല. അതവരെ അപകീർത്തിപ്പെടുത്തി പറയുന്നതല്ല, പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്ന ഒരു പാർട്ടി പത്രമാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസിനും പിന്നെ അതുപോലെ CPIക്കും BJPക്കും ഒക്കെ പാർട്ടി പത്രങ്ങളുണ്ട്, മുസ്ലിം ലീഗിനും ഒക്കെ പാർട്ടി പത്രങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങളൊക്കെ പറയുന്ന ഒരു പത്രമായതുകൊണ്ടാണ് ഈ ദേശാഭിമാനി ഈ കൈകൊണ്ട് തൊടുന്നതിന് പോലും പലർക്കും ഒരു വിമുഖത തോന്നുന്നത്. അത്തരത്തിലാണ് പാർട്ടി പത്രത്തിൽ പോലും ഇവർ വരിക്കാരെ ചേർക്കുന്നത്. ഈ പാർട്ടി പത്രത്തിൻ്റെ പേരിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് മാത്രം 2.5 ലക്ഷം രൂപ പിരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഭീകരമായ കൊള്ളയാണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ CPMൻ്റെ കേരളത്തിലെ പാർട്ടി ഓഫീസുകൾ എടുത്തു നോക്കുക, അത്യാഡംബര സൗകര്യങ്ങളുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ തോറ്റുപോകുമെന്നാണ് പലരും പറയുന്നത്. കാരണം കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഓരോ സ്ഥലങ്ങളിലും, കണ്ണായ സ്ഥലങ്ങളിൽ ഇവർ പാർട്ടി ഓഫീസൊക്കെ നിർമ്മിക്കുന്നത്. പണ്ടത്തെ സഖാക്കന്മാരൊക്കെ ഇവിടെ എത്രമാത്രം AKGയും അതുപോലെ EMSും അടക്കമുള്ള സഖാക്കന്മാരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത് ഇത്രയും എത്തിച്ചത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അവിടെയാണ് ഈ ഒരു മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ ഈ പിണറായി വിജയനെ പോലെയുള്ള ഇതുപോലുള്ള ഈ പാർട്ടി സഖാക്കൾ വന്നിട്ട് ഈ പാർട്ടിയെ ഈ രീതിയിലാക്കിയത്. ഇന്ന് നോക്കൂ, ഇന്ന് നമ്മുടെ പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ്. ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ്. ഈ തൊഴിലാളികളുടെ പേര് പറഞ്ഞാണ് ഇവന്മാർ ഇത്രത്തോളം ജനങ്ങളെ കബളിപ്പിക്കുന്നത്. എത്രയോ തൊഴിൽ സ്ഥാപനങ്ങൾ ഇവന്മാർ കാരണം പൂട്ടിപ്പോയി. അപ്പോൾ ഇതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ദാരിദ്ര്യമുള്ളിടത്തെ ഈ പറയുന്ന കമ്മ്യൂണിസം നിലനിൽക്കും. കാരണം കൂത്താടി നിൽക്കുന്ന ശുദ്ധജലത്തിൽ ഒരിക്കലും കൂത്താടി വളരില്ല. കൂത്താടി വളരുന്നത് എപ്പോഴും മലിനജലത്തിൽ മാത്രമാണ്. അതുപോലെ തന്നെയാണ് ദാരിദ്ര്യവും പട്ടിണിയും ഉള്ളത് എവിടെയാണോ അവിടെ മാത്രമേ ഈ കമ്മ്യൂണിസം നിലനിൽക്കൂ. മുമ്പ് ഇത് പറഞ്ഞു വന്നപ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. കാരണം എപ്പോഴും രക്തസാക്ഷികളുടെ പേര് പറഞ്ഞ് പണം പിരിക്കുന്നതിൽ വലിയ മിടുക്കാണ് ഈ പറയുന്ന CPMകാർക്ക്. അവിടെ വെഞ്ഞാറമൂട്ടിൽ ഇരട്ടക്കൊലപാതകം നടന്നപ്പോൾ അഭിമന്യുവിൻ്റെ കാര്യത്തിൽ, ധൻരാജിൻ്റെ കാര്യത്തിൽ ഒക്കെ ഇവർ പണം പിരിച്ചിരുന്നു. ഈ ധൻരാജിൻ്റെ കുടുംബത്തെ സഹായിക്കാനെന്ന പേരിൽ പണം പിരിച്ചിട്ട് ആ പണം പിന്നീട് തിരിച്ചടച്ചിട്ടില്ല, അത് വെട്ടിച്ചു എന്ന് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയർന്നു വരികയും പിന്നീട് ആ വിവരങ്ങളൊക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. അഭിമന്യുവിൻ്റെ കാര്യത്തിലും അതുതന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പറയുന്നു. അഭിമന്യുവിൻ്റെ കാര്യത്തിൽ നടന്നത് ബക്കറ്റ് പിരിവാണ്. കാരണം ബക്കറ്റ് പിരിവാകുമ്പോൾ വേറെ കണക്കും കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഈ ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് ഒരു കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു ജില്ലയിൽ നിന്ന് 50 ലക്ഷം രൂപ CPMൻ്റെ പിരിവിൻ്റെ ഭീകരതയെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. കാരണം ഓരോ സ്ഥലങ്ങളിലും ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവർക്കറിയാം എത്ര ഒരു മാക്സിമം മുതലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ ഒരു ടാർഗറ്റ് കൊടുക്കും, ഇത്ര രൂപ നിങ്ങൾ പിരിച്ചു തരണം, ബാക്കി എത്ര രൂപയുണ്ടെങ്കിലും നിങ്ങൾക്കെടുക്കാം എന്നുള്ള ഒരു ടാർഗറ്റ് കൊടുക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അഭിമന്യുവിൻ്റെ പേര് പറഞ്ഞ് പിരിച്ചപ്പോൾ പോലും ഒരു ജില്ലയിൽ നിന്ന് 50 ലക്ഷം, മിനിമം 50 ലക്ഷം രൂപ പിരിച്ചാൽ പോലും 14 ജില്ലകളിൽ നിന്ന് 7 കോടി രൂപയായി. ഈ 7 കോടി രൂപയിൽ 1 കോടി രൂപ, പരമാവധി 1 കോടി രൂപയാണ് അഭിമന്യുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും വീട് നിർമ്മിക്കാനും അദ്ദേഹത്തിൻ്റെ സഹോദരിയെ കല്യാണം കഴിപ്പിച്ചയക്കാനും അവരുടെ സ്ഥിര നിക്ഷേപവും ഒക്കെ ആയി കൊടുത്തത്. ബാക്കി 6 കോടി ഇവിടെ പോയി. അതായത് ഏറ്റവും കുറഞ്ഞൊരു കണക്കാണ് ഞാൻ ഈ പറയുന്നത്. 6 കോടി ഇവിടെ പോയി. ഈ 6 കോടി ഈ പാർട്ടിയുടെ മൂലധനമായിട്ട് എടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ രക്തസാക്ഷിയും പാർട്ടിക്ക് ഒരു അസറ്റ്
തന്നെയാണെന്ന് പറയുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് പണ്ടേ അറിയാം. ഇവരുടെ പിരിവിൻ്റെ രീതിയും ഇവരുടെ ഈ ഭീഷണിയും ഗുണ്ടായിസവും ചട്ടം വിത്തരവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഭയം കാരണം ആരും മിണ്ടാറില്ല. വന്ന് ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന പണം കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൻ ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തി അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആരോപിച്ച് ആ സ്ഥാപനം പൂട്ടിക്കുക, ഒരു ചെങ്കോണകം കൊണ്ട് കുത്തിവെച്ച് കഴിഞ്ഞാൽ കോടികൾ മുടക്കിയും ലക്ഷങ്ങൾ മുടക്കിയും ഒരുത്തൻ ഉപജീവന മാർഗമാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനം പൂട്ടിക്കാൻ അവർക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനി ഒരു കാര്യം കൂടി ഓർക്കണം. മുമ്പ് നമ്മുടെ കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ, ഈ സക്കീർ ഹുസൈൻ ഒന്നുമില്ലാത്തിടത്ത് നിന്ന് വന്നവൻ, അയാൾ 4 വീടുകൾ വാങ്ങി എന്നുള്ളതാണ് പിന്നീട് പുറത്തു വന്ന വിവരം. 4ാമത്തെ വീട് വാങ്ങാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്ത സമയത്താണ് അയാൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും മറ്റും പുറത്തു വന്നതും അയാളെ താൽക്കാലികമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുമൊക്കെ. പിന്നീട് ഇയാളെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടു. അതുപോലെ തന്നെയാണ് ഒരു തൊഴിലാളി നേതാവ് അനിൽകുമാർ. ഈ അനിൽകുമാർ തൃശ്ശൂരോ ചാലക്കുടിയോ മറ്റോ ഉള്ള, അതേ എറണാകുളത്തോ ആണെന്ന് എനിക്കറിയില്ല, അനിൽകുമാർ മിനി കൂപ്പർ വാങ്ങിയത്. ഒരു മിനി കൂപ്പറിൻ്റെ വിലയൊക്കെ നമുക്കറിയാം. ഒരു തൊഴിലാളി നേതാവ്, ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവ് ഒരു മിനി കൂപ്പറൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ആസ്തിയെക്കുറിച്ച് അന്വേഷിക്കാൻ ആർക്കെങ്കിലും സമയമുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, എന്തുകൊണ്ടാണ് ഈ CPM-ൽ, അതായത് അല്പമെങ്കിലും നാണവും മാനവും മര്യാദയും മാനക്കേടും ആത്മാഭിമാനവുമുള്ള ഈ ഒരു മനുഷ്യജീവിയും ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കില്ല. അങ്ങനെ ഈ CPM-ൽ ഇപ്പോഴും ആരെങ്കിലുമൊക്കെ കടിച്ചു തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ, കുറേ പേര് ഉണ്ടല്ലോ, അവരൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ്. അതായത് അവർക്ക് പാർട്ടി കൊടുത്തിരിക്കുന്ന ജോലി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിരിവുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട്, അത് ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കളുടെയും പ്രാദേശിക നേതാക്കളുടെയും ഒക്കെ ആസ്തികളെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും അവരുടെയൊക്കെ എങ്ങനെയാണ് അവർക്ക് ഈ പണം ഉണ്ടായത് എന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ ഉത്തരം പാർട്ടി തന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അതായത് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ നമ്മുടെ സഖാക്കൾ ആൾക്കാരിൽ നിന്ന് പണം പിരിക്കുകയാണ് എന്നുള്ള കാര്യം പാർട്ടി തന്നെ ഇപ്പോൾ പാർട്ടിക്കറിയാം, നേതാക്കൾക്കറിയാം. പക്ഷേ അത് ഇവരിപ്പോൾ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനിയും ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. കാരണം ഇത്തരത്തിൽ പിരിവുമായി വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു സാമാന്യ മര്യാദ എന്നുള്ള നിലയിൽ ഒരു രസീത് ഒക്കെയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിയുന്ന ഒരു തുക നമുക്ക് അവർക്ക് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവരൊരു അംഗീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ ചട്ടമ്പിത്തരവുമായി അല്ലെങ്കിൽ ഗുണ്ടായിസവുമായി വരുമ്പോൾ അതിന് ഒറ്റക്കെട്ടായി വ്യാപാരികളും പൊതുജനങ്ങളും എതിർക്കുക എന്ന് മാത്രമേ ഇതിന് ഒരു പോംവഴിയുള്ളൂ.